ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയാണ് ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. അതായത് ക്ലബും ആരാധകരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ടി ഫാൻ അഡ്വൈസറി ബോർഡ് ഇവർ രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 12 ആരാധകരാണ് ഈ ബോർഡിൽ ഉണ്ടാവുക. അതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരാധകരിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 4 തവണ ഈ ബോർഡുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതർ യോഗം ചേരുമെന്നുള്ള ഉറപ്പും ഇപ്പോൾ ക്ലബ്ബ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഫാബിന്റെ രൂപീകരണത്തിൽ പല ആരാധകരും ഇപ്പോൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഫാബ് നല്ലൊരു മൂവ്മെന്റ് ആണ്, അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ കൂടുതൽ ട്രാൻസ്പെറൻസി വേണം എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. ക്ലബ്ബ് മാനേജ്മെന്റിനോട് സമ്പൂർണ്ണ വിധേയത്വം പുലർത്തുന്നവരെ മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. മാനേജ്മെന്റിന്റെ ചൊൽപ്പടിക്ക് നിലകൊള്ളും എന്ന് ഉറപ്പുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡ് രൂപീകരിച്ചാൽ അതിൽ പിന്നീട് കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയ രൂപത്തിൽ വേണം ഈ ഒരു 12 ആരാധകരെ തിരഞ്ഞെടുക്കാൻ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ആരാധകരെ, ക്ലബ്ബ് മാനേജ്മെന്റിന്റെ പോരായ്മകളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കെൽപ്പുള്ള ആരാധകരെ തിരഞ്ഞെടുക്കണം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കൂടാതെ ഫാബിന്റെ ഈ ഒരു രൂപീകരണത്തിന്റെ ടൈമിങ്ങിനെ കുറിച്ചും ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതായത് ആരാധകർ ക്ലബിനെതിരെ വല്ലാതെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഫാബ് രൂപീകരിച്ചത് ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ക്ലബിന്റെ ഒരു അടവാണ് എന്നാണ് ചിലർ ആരോപിക്കുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എക്സ്ക്യൂസ് മാത്രമാണെന്നും ടീമിനെ കിരീടം നേടാൻ കപ്പാസിറ്റിയുള്ള ഒരു മികച്ച ടീമാക്കി പടുത്തുയർത്താനാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമിക്കേണ്ടത് എന്നുമാണ് ഒരാൾ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും ഫാബിന്റെ കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ കാണാൻ കഴിയും. തീർച്ചയായും ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സിനോട് ഡയറക്റ്റ് ആയിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. പക്ഷെ അത് 12 പേരിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ അതിന് അതിൻ്റെതായ വെല്ലുവിളികളും അതുപോലെ തന്നെ പോരായ്മകളും ഉണ്ടാകും. സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.